നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന നടിയാണ് മീനാക്ഷി രവീന്ദ്രൻ. നായിക എന്ന റിയാലിറ്റി ഷോയിലൂടെ എത്തി ക്യാമറകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ താരമാണ് മീനാക്ഷി. സംവിധായകൻ ലാൽ ജോസ് തന്റെ അടുത്ത സിനിമയിലേക്കുള്ള നായകന്മാരെ കണ്ടെത്താനായി നടത്തിയ റിയാലിറ്റി ഷോയിൽ 16 മത്സരാർത്ഥികളിൽ ഒരാളായി എത്തിയ മീനാക്ഷി തുടക്കത്തിൽ തന്നെ വ്യത്യസ്തത പുലർത്തുന്നതിൽ ശ്രദ്ധിച്ചിരുന്നു. അതോടൊപ്പം ഫഹദ് നായകനായ മാലിക്കിൽ ഫഹദിന്റെ മകളായി മീനാക്ഷി ആരാധകരിലേക്ക് എത്തി. മീനാക്ഷി ഇതിനോടകം തന്നെ ഹൃദയമടക്കം നിരവധി സിനിമകളുടെ ഭാഗമായി കഴിഞ്ഞു. താരത്തിന്റെ ഏറ്റവും പുതിയ സിനിമ പ്രേമലു ആണ്. തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ഗിരീഷ് AD സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയാണ് പ്രേമലു. അത്യാവശ്യം ഗ്ലാമർ വേഷങ്ങൾ ധരിക്കാൻ മടിയില്ലാത്ത നടിയാണ് മീനാക്ഷി രവീന്ദ്രൻ. എന്നാൽ സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനമാണ് നടിക്ക് ഇതിലൂടെ ലഭിച്ചത്. അടുത്തിടെ ഒരു പൊതുവേദിയിൽ എത്തിയപ്പോഴാണ് മീനാക്ഷിയുടെ വേഷം കൂടുതൽ ചർച്ചയായത്. അതീവ സുന്ദരിയായി പിസ്ത ഗ്രീൻ നിറത്തിലുള്ള ഡീപ് നെക്ക് ബോഡികോൺ വസ്ത്രമായിരുന്നു മീനാക്ഷി ധരിച്ചിരുന്നത്. എന്നാൽ മീനാക്ഷിയുടെ വസ്ത്രധാരണ രീതിയെ കുറെ പേർ വലിയ തോതിൽ വിമർശിച്ചു. ഇപ്പോഴത്തെ വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഒരു വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ തനിക്കു നേരെ നടക്കുന്ന സൈബർ ആക്രമണത്തെ പ്രതികരിക്കുകയാണ് മീനാക്ഷി. ഇത്തരം കമന്റുകളോട് ഞാൻ പ്രതികരിക്കാറേയില്ല. അപ്പോൾ പ്രശ്നം തീർന്നല്ലോ. 2 കൈയും കൂട്ടി അടിച്ചാലല്ലേ ശബ്ദമുണ്ടാകൂ. ഒരു കൈ അവിടെ നിന്ന് അടിച്ചോട്ടെ, അപ്പോൾ ശബ്ദം ഉണ്ടാകുന്നില്ലല്ലോ. ഈ രംഗം വരികയാണെങ്കിൽ ഇതൊക്കെ നേരിടാൻ തയ്യാറായിട്ട് വേണം ഇറങ്ങാൻ. അല്ലാതെ നാട്ടുകാരൊക്കെ എന്നെ ഇഷ്ടപ്പെടണം, ഞാൻ ചെയ്യുന്നതൊക്കെ ഇഷ്ടപ്പെടണം എന്ന് പറയാൻ പറ്റില്ല. പ്രിയങ്ക ചോപ്ര ഒരു അഭിമുഖത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ 90% പ്രേക്ഷകർക്കുള്ളതാണ്. വ്യക്തി ജീവിതത്തെക്കുറിച്ച് കമന്റ് പറയരുത് എന്ന് പറഞ്ഞാലും ആളുകൾ പറയും. അത് തടയാൻ സാധിക്കാത്ത കാര്യമാണ് മീനാക്ഷി പറഞ്ഞു. അതേസമയം സില്ലി മോങ്സിന് നൽകിയ അഭിമുഖത്തിൽ മീനാക്ഷി പറഞ്ഞ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. തനിക്കിഷ്ടമുള്ളത് കൊണ്ടാണ് ഇത്തരം വേഷങ്ങൾ ധരിക്കുന്നതെന്നാണ് നടി പറയുന്നത് എന്ന് കരുതി തന്റെ സ്വകാര്യതയിലേക്ക് ക്യാമറയുമായി വരാൻ ആർക്കാണ് അവകാശമെന്ന് ചോദിക്കുകയാണ് നടി ഇപ്പോൾ. ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചു എന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തും കാണിക്കാമെന്നുള്ള ലൈസൻസ് അല്ലെന്നാണ് താരം പറയുന്നത്. ഞാനിടുന്ന വസ്ത്രമല്ല എന്റെ ഐഡന്റിറ്റി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മാന്യത എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും കണ്ണിലാണ്. ജീൻസ് ഇടുന്നത് വൃത്തികേടാണെന്നും അല്ലെന്നും പറയുന്നവരുണ്ട്. വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ എന്ത് വസ്ത്രമിട്ടു എന്ന് നോക്കി നടക്കുകയാണ് ചിലർ. അതൊക്കെ കാണുമ്പോൾ ഞാൻ മുഖം തിരിക്കും. ഇതൊന്നും കാണാൻ തീരെ താല്പര്യമില്ല, സങ്കടമൊന്നും തോന്നാറില്ല. ലാസ്റ്റ് കണ്ടൊരു വീഡിയോയിൽ വൃത്തികേട് കൂടുതലായി കാണിക്കാനാണോ എന്ന് അറിയില്ല. സ്ലോ മോഷനിലൊക്കെയാണ് എടുത്തിരിക്കുന്നത്. നമ്മളൊരു സ്ലീവ്ലെസ് ഇട്ടാലോ ഷോർട്ട്സ് ഇട്ടെന്ന് കരുതി നമ്മുടെ പ്രൈവറ്റ് പാർട്ടിലേക്ക് വീഡിയോ പകർത്താൻ വരാൻ ആരാണ് അധികാരം കൊടുത്തിരിക്കുന്നത്? അങ്ങനെ ഇടുന്നതിനർത്ഥം നിങ്ങൾക്ക് എടുക്കാനുള്ള അവകാശമാണെന്ന് ആരാണ് പറയുന്നത്? വീഡിയോ ഷൂട്ട് ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്. അതൊക്കെ ഇതിന്റെ ഭാഗമാണെന്ന് എനിക്കറിയാം. അത് ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടുമാണ് വരുന്നതും. പക്ഷേ നമ്മളൊരു പരിപാടിക്ക് പോകുമ്പോൾ ഇതൊരു കണ്ടന്റ് ആക്കി ചെയ്യുന്നതാണ് കുഴപ്പം. നമ്മളൊരു 5 പേര് ഗ്രൂപ്പായിട്ട് പോകുന്നു. 5 പേരെയും ഷൂട്ട് ചെയ്താൽ കുഴപ്പമില്ല. ഞാൻ ഇട്ടത് സെക്സി ഡ്രസ്സോ ഹോട്ട് ഡ്രസ്സോ ഒക്കെ ആണെങ്കിലും അന്നേരം പ്രശ്നമില്ല. അതിനു പകരം എന്നെ മാത്രം കാണിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് പ്രശ്നം. അതെന്ത് മര്യാദയാണെന്നാണ് മീനാക്ഷി ചോദിക്കുന്നത്. ഡ്രസ്സിങ് ആരോടുള്ള യെസ് അല്ല. ആളുകൾ കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നത് അങ്ങനെ പ്രൊമോട്ട് ചെയ്യപ്പെടാനാണ്. ചിലർക്ക് കാണാൻ ഇഷ്ടവും അതൊക്കെയാണ്. എന്റെ സാരി ഉടുത്ത ഫോട്ടോയോ മാന്യമായ വേഷമെന്ന് പറയുന്നതോ ആയ ചിത്രങ്ങൾ ഇതുവരെ വൈറലായിട്ടില്ല. അതൊന്നും ആളുകൾക്ക് കാണണ്ട, ഇതാണ് അവർക്ക് വേണ്ടത് എന്ന് കരുതി കാണിക്കാൻ വേണ്ടി ഇട്ടതല്ല ഞാൻ. അത്തരം വസ്ത്രങ്ങൾ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ അതിൽ കംഫർട്ടുമാണ്. അപ്പോൾ എന്റെ പൈസയ്ക്ക് വാങ്ങി ഞാൻ ഇടുന്നു. വീഡിയോ എടുക്കണ്ടെന്നും ഫോട്ടോ എടുക്കണ്ടെന്നും ഞാൻ ആരോടും പറയുന്നില്ല. പക്ഷെ കുറച്ചൊക്കെ മാന്യത കാണിക്കാമെന്നും മീനാക്ഷി പറയുന്നു. വീട്ടിൽ എല്ലാത്തിനും പിന്തുണ തരുന്നവരാണെന്നും നടി കൂട്ടിച്ചേർത്തു. മീമിലൊക്കെ കാണുന്ന പോലെ വീട്ടിലെ ഇളയ ആളോട് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറയാറില്ലേ, അതുപോലെയായിരുന്നു എന്റെ വീട്ടിലും. എന്ന് കരുതി എന്റെ ചേട്ടനോടൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ എന്ത് എന്റെ വീട്ടിൽ ചോദിച്ചാലും എനിക്ക് ഓക്കെ ആണെങ്കിൽ അത് ചെയ്തോളൂ എന്നൊരു മൂഡാണ് അന്നും ഇന്നും. സിനിമ ആയതുകൊണ്ട് അവരുടെ ഉള്ളിൽ ചിലപ്പോൾ സംശയങ്ങളൊക്കെ ഉണ്ടാവാം. ഇതുപോലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നും ഒരാൾ ജോലി കിട്ടിയിട്ട് അതുമായി മുന്നോട്ട് പോകുമ്പോൾ അതൊരു സേഫ് സൈഡാണ്. പെട്ടെന്ന് അതൊക്കെ അവസാനിപ്പിച്ച് ഞാൻ ഇനി അഭിനയിക്കാൻ പോകുവാണെന്ന് പറയുമ്പോൾ അവർക്കും എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടായേക്കാം. പക്ഷെ ഇന്ന് വരെ അവർ ആ കൺസേൺ എന്നോട് ഷെയർ ചെയ്തിട്ടില്ല. അത് ചിലപ്പോൾ അവർക്ക് എന്നോടുള്ള വിശ്വാസം കൊണ്ടായിരിക്കും. അച്ഛൻ എപ്പോഴും ഞാൻ എവിടെയെങ്കിലും എത്തിക്കോളും, ഞാൻ വീണാലും 4 കാലിലേ വീഴുള്ളൂ എന്ന വിശ്വാസത്തിലാണ്. ഇതുവരെ ഒരു പ്രശ്നങ്ങളും എന്റെ വീട്ടുകാർ പറഞ്ഞിട്ടില്ലെന്നും മീനാക്ഷി കൂട്ടിച്ചേർത്തു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.